ഹായ്, എല്ലാവർക്കും സ്റ്റോർസ് ഓഫ് പറക്കുട്ടിയിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്ന അമ്മമാരെ കണ്ടു. ഇതെവിടാന്നാ? മറൈൻ ഡ്രൈവിലാണ്. ഈ തൃശ്ശൂർ ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമുക്ക് ആദ്യം കാണാം. ജാക്സൺ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഇനാഗ്രേഷനായി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവർക്കും എന്നെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി, എനിക്ക് അവരെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനും സംസാരിക്കുവാനും ഒക്കെ വന്നു. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അവിടെ. കുറേ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും തന്നെ എന്തിഷ്ടമാണെന്നോ. എല്ലാവരുടെ അടുത്ത് സംസാരിച്ചു, പിന്നെ ഫോട്ടോ എടുത്തു. ആ പച്ച സാരി കൊടുത്ത ആൻറ്റിയെ കണ്ടു. ആ ആൻറ്റിയുടെ പേര് സുന്ദരി എന്നാണ്. നല്ല രസമുണ്ടല്ലേ പേര് കേൾക്കാൻ. സുന്ദരി എന്ന് പേരുള്ള ആൻറ്റി ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ജാക്സൺ ആൻഡ് ഫാമിലി, മറ്റ് സഹോദരന്മാരും, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പാറുകുട്ടിയെ കുട്ടിയായിരുന്ന സമയത്ത് ഉപ്പും മുളകും കഴിച്ചോണ്ടിരുന്ന ആളാണ്. അതൊക്കെ ആൻറ്റി കാണുന്നത്. പക്ഷെ ഇപ്പൊ പാറുകുട്ടി വലിയ കുട്ടിയായി അല്ലേ, സുന്ദരി കുട്ടിയായി. എനിക്ക് സുന്ദരി എന്ന് പേരുള്ള ആർക്കെങ്കിലും പരിചയമുണ്ടോ? കൊച്ചുങ്ങളെല്ലാം എനിക്ക് ഓരോ ബലൂൺ ഇങ്ങനെ കൊണ്ട് തരുമായിരുന്നു. ഒരാളെനിക്ക് ലഡുവും കൊണ്ട് തന്നു. ഞാനൊരു ഡാൻസൊക്കെ കളിച്ചായിരുന്നു അവിടെ. എൻ്റെ ഡാൻസ് വന്നിട്ട് നിങ്ങൾക്ക് ഏതാ പാട്ടെന്ന് മനസ്സിലായോ? ആവേശത്തിലെ വില്ലുമിനാട്ടി എന്ന് പറഞ്ഞൊരു സോങ്ങാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. മുടിയൻ ചേട്ടൻ്റെ റിസപ്ഷനും ഞാൻ ആ പാട്ട് കളിച്ചായിരുന്നു. എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ ഒരു കുഞ്ഞു അവയും വന്നു. ഇത് നമ്മുടെ ഷോപ്പിൻ്റെ ഓണറും ഫാമിലിയുമാണ്. എല്ലാവരുടെ കൂടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ പാച്ചിക്ക് ഒരു കുഞ്ഞു മാലയും വാങ്ങി. അത് വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോൾ പാച്ചിക്ക് ഭയങ്കര സന്തോഷമായി.
എങ്ങനെയുണ്ട് പാട്ട് കേട്ടോ? ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ പാട്ട്? ഞങ്ങളെല്ലാവരും ഏറെ സിനിമ ഉണ്ടായി. ഞാനും കണ്ടായിരുന്നു, കണ്ണാടിയൊക്കെ വെച്ചായിരുന്നു കണ്ടത്. സന്തോഷം തോന്നി. ആരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? അമ്മ അച്ഛനും വന്നിട്ടുണ്ടോ? അവിടെ അമ്മ അച്ഛനും അവിടെ. അവരെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കണ്ടേ? രണ്ടുപേരെയും ഇവരുടെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരും. അന്നാണ് ഞാൻ ആ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോഴേ എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എപ്പോഴും കാറിൽ പോകുമ്പോൾ ഈ പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. അമ്മ അച്ഛനും സ്റ്റേജിലോട്ട് വന്നായിരുന്നു. ഞങ്ങളങ്ങനെ ഇനാഗ്രേഷനൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി. ചട്ടിച്ചോറാണ് ഞങ്ങൾ കഴിച്ചത്. ദൈവരൊരു ആൾക്കൂട്ടം കണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം കണ്ട ആൾക്കൂട്ടം. ഞങ്ങൾ ഹലോ മമ്മി മൂവി കാണാൻ വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സമയമൊന്നും ആയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു മറൈൻ ഡ്രൈവിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് മൂവി കാണാൻ പോകാം. അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് കുറേ ആൻറ്റിമാർ ഫോട്ടോ എടുക്കാനൊക്കെ വന്നത്. ഞങ്ങൾ ഇനാഗ്രേഷൻ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഡ്രസ്സ് മാറിയില്ല. ഞാൻ വലിയ ഫ്രോക്കാണ് ഇട്ടിരുന്നത്. എല്ലാവരും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. അതേ എൻ്റെ അച്ഛനെ കണ്ട കാറ്റുള്ളതുകൊണ്ട് സുഖമായിട്ടങ്ങ് കിടന്നു. ഞാൻ പിന്നെ ചുമ്മാ ഷോ ആയിരുന്നു. അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടക്കുകയായിരുന്നു. നല്ല രസമാണ് ഗൈസ് അങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ. പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് ആൻറ്റിമാർ വിൽക്കുന്നുണ്ട്. നമ്മൾ 3 പൈനാപ്പിൾ വാങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റും ആയിരുന്നു. പിന്നെ കുറേ ഷോയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മൂവി കാണാനായിട്ട് പോയി. 3 മണിക്കായിരുന്നു മൂവി. അങ്ങനെ ഒരു മൂവിയും കൂടെ കണ്ടു ചേർത്ത് ഞങ്ങളുടെ ഇനാഗ്രേഷൻ യാത്ര അവസാനം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു ഉമ്മ. പിന്നെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.